ഹായ് ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിപിസ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് പറയാൻ കാരണം കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. അപ്പോൾ എന്നോ വിചാരിക്കുന്നുണ്ട് കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പിസ്സ സോസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിൽ അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ ചിലപ്പം ഇതിൻ്റെ റെസിപ്പി അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളിയും അതുപോലെ ചെറിയ ഒരു കഷ്ണം സവാള കേട്ടോ, ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കഷ്ണാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിനൊരു പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് വെള്ളം ഒന്ന് വറ്റി വരികയും വേണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വരികയും ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ടും ചൂട് ആറാൻ നിന്നിട്ടില്ല. അതിന് മുൻപായിട്ട് തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതാ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തിട്ടുള്ള ആ കടായിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം വെള്ളം ഇത്തിരി കൂടിയാലൊക്കെ ആയിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ കുറച്ച് സമയം നമ്മൾ അടുപ്പത്ത് വെക്കുമല്ലോ. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ വെളിച്ചെണ്ണയോ പാം ഓയിലോ ഒന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നാകെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. നേരത്തെയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 സോസ് ഒഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ സോയാ സോസിലൊക്കെ. അതുകൊണ്ട് തന്നെ ഉപ്പ് നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ ചേർക്കണം കേട്ടോ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമ്മുടെ പിസ്സ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. കാരണം നമ്മുടെ പിസ്സയുടെ ഡോവിലൊക്കെ ഉപ്പ് ചേർക്കുമല്ലോ. അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സോസ് ഇതവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് നല്ലോണം വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. അതിവിടെ കാണുന്നില്ല നോക്കുമ്പോൾ. ഇനി നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒറിഗാനോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചില്ലി സോസാണ്, റെഡ് ചില്ലി സോസാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ചതിനെ കൊണ്ട് തന്നെ ഇത് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കാം കേട്ടോ. ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ എന്തായാലും മതി. അപ്പോൾ അതും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോയാ സോസാണ്. അപ്പോൾ ഈ നേരത്തെ ഒഴിച്ചിട്ടുള്ള ഈ 2 സോസുകൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും കൂടെ നന്നായിട്ട് വറ്റി വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സോയാ സോസാണ്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ സോയാ സോസ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാം.
നമ്മൾ നേരത്തെ വറ്റൽമുളക് ചേർത്തതിനെ കൊണ്ട് തന്നെ ഞാനിതിൽ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി നിർബന്ധമായിട്ടും നമ്മൾ യൂസ് ചെയ്യണേ. അത് നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സോസ് ഉപ്പുണ്ടോ നോക്കുന്ന സമയത്ത് ഒരു നുള്ളുപ്പിൻ്റെ പോരായ്മയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ സോസൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മളെടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സോസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ നല്ലൊരു പിസ്സ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് ഞാനിവിടെ എടുത്തിട്ടില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിസ്സ തയ്യാറാക്കിയെടുക്കാമല്ലോ. പിസ്സ തയ്യാറാക്കാൻ സാധാരണ നല്ല എളുപ്പമാണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ഒരു സോസ് റെഡിയാക്കുന്ന ആ ഒരു സമയം മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പിസ്സ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ പിസ്സയായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കാതെ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.